ലക്ഷ്മണ ഒരു സംഭവം മറ്റേ ഇവിടെ വയനാട്ടില് ഒരു വാച്ചറുടെ ഭാര്യയെ കടുവ കടിച്ചു പോകുന്നു. അല്ല അതല്ലേ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങൾക്കാണോ മനുഷ്യരാണോ പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു തർക്കമുണ്ട്. അതെന്താന്ന് നിങ്ങൾക്കറിയോ? പണ്ട് ചെറുപുഴന്ന് തെരുവ് നായ്ക്കളെ കൊല്ലാൻ സാക്ഷ്യം 5 ഒരു പാത്രം പിടിച്ച് സഞ്ചിക്കത്തും വണ്ടി കയറ്റി മറവ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു മഹാമാന്റെ പറ്റി ഒരു ക്ലിപ്പെടുത്തു. ആ പാവത്താനപ്പം നായനക്കൊന്നും പോയ വഴിയേണ്ടില്ല. അറിയോ? എന്ത് ചെയ്താൽ ഇപ്പൊ കടുവേനെ ഇപ്പൊ കൂടെ വെച്ച് പിടിക്കാൻ തീരുമാനിച്ചില്ലേ? കേട്ടോ പിടിക്കും എന്തായാലും. പിടിക്കുന്നതിന് മുമ്പേ പരിസ്ഥിതിവാദികളും മൃഗസ്നേഹികളെല്ലാം അല്ല പക്ഷേ ഈ പരിസ്ഥിതിവാദികളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാം. ഈ പരിസ്ഥിതിവാദികളുടെ കാര്യം എന്തൊരു പരിപാടിക്കും അവരും എല്ലാ പരിസ്ഥിതിവാദികളും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തൊരു പരിപാടിക്കും ആവശ്യക്കേട് നീറ്റിക്കാൻ കുറേ എണ്ണം വരുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്നെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഞാൻ പറയാം ഇന്ന് നമ്മുടെ ഒന്ന് കടുവ അതുപോലെ തന്നെയാണ് നായികയുടെ കേസും അങ്ങനെ തന്നെയാണ്. പേപ്പട്ടി ഒരൊറ്റ ഒന്നിനെ പിടിക്കാൻ പറ്റൂല. അല്ലേ ചെറുപുഴ തന്നെ നിങ്ങൾ നോക്കണം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ചെറുപുഴ ഇതോടെ എന്താ ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു ടീം, പട്ടിക്ക് കോഴിക്കാല് കൊടുക്കുന്ന ഒരു ടീം. കൊടുത്തോട്ടെ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ലോട്ടറിക്കാരന്റെ ഭാര്യ കടിച്ചിന് ഒരു കഥാപാത്രം പാല് കൊടുക്കും, മറ്റേ കഥാപാത്രം നമ്മളോട് കയറുന്നത്. അയാളുടെ ഭാര്യനെ കടിച്ചു, അവര് പാലും കടിച്ചത് എന്റെ ഭാര്യനെ. ഇതിൽ പ്രശ്നം മറ്റേ ഇതെന്ന് വെച്ചാൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഓർഡർ ആയിട്ടുണ്ട്. വെടിവെച്ച് മയക്കോടിയൊക്കെ ആണല്ലോ. അല്ല വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തന്നെ ഓർഡർ ആയിട്ടുണ്ട്. പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട് പോയിട്ടാ. അതായത് എന്താ പറയാ ഈ കടുവ അതായത് വംശനാശം നേരിടുന്ന ഒരു മൃഗമാണ് പോലും. അപ്പൊ ഇതിനെ വളർത്തിയിട്ട് ഇതിനെ എന്താ പറയാ ബ്രീഡ് ചെയ്യിച്ചിട്ട് വളർത്താനാണ് തീരുമാനം, അല്ലാണ്ട് വംശനാശം നേരിടാനല്ല. ഇപ്പൊ അങ്ങനെയാണ് വെടിവെക്കാൻ ഇവർ ഓർഡർ ഇടുമ്പോ മാറ്റാൻ കോടതി പോയിട്ടുണ്ടോ? അതാണ് അതിന്റെ അകത്ത് വേറെ കാര്യമുണ്ട്. സാധാരണക്കാരെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അതൊരു വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുമെങ്കിലും നമുക്ക് മനുഷ്യന് സ്വൈരമായിട്ട് ജീവിക്കാൻ അനുവാദമില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പ്രതിരോധിച്ചേ പറ്റുള്ളൂ. ഏത് രീതിയിലും അത് കടുവയായാലും ശരി നായിയാണെങ്കിലും ശരി. എങ്ങനെ പ്രതികരിക്കണം? പ്രതിരോധിക്കണം. എങ്ങനെ പ്രതിരോധിക്കും? അതിന് മറ്റൊരു മറുവശം കൂടി ഉണ്ട്. ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകം എല്ലാം പക്ഷിമൃഗാദികൾക്കും മനുഷ്യനും ഒരേപോലെ ഉപയോഗിക്കേണ്ട സാധനമാണ്. ഇവിടെ അവരെ തുരത്തിക്കൊണ്ട് നമ്മളല്ല. പക്ഷെ ഇതിന്റെ വസ്തുത എന്താന്ന് പറയാൻ പോയിട്ടോ, നമുക്ക് ഏതൊരു ജീവി നമ്മൾ സ്കൂളിൽ പഠിച്ചില്ല ഇക്കോ സിസ്റ്റം, മുയലിനെ കുറുക്കം പിടിക്കുന്നു, കടുവ പിടിക്കുന്നു, ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ആ സിസ്റ്റം നാട്ടിൽ നിലനിൽക്കുന്നില്ല. അതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങളുടെ നാട്ടില് ആന ഇറങ്ങുന്നത്. എന്തുകൊണ്ടാണ് ആന ഇറങ്ങുന്നത്? ആനിപ്പോ വേനൽക്കാലം പറഞ്ഞത് തീറ്റില്ല, വെള്ളമില്ല. അല്ല വേറെ കാര്യമുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ വീരപ്പനെ പോലുള്ളവർ കയറി പൊട്ടിച്ചെടുത്ത് കൊമ്പും കൊണ്ടുപോയിരുന്നു. ഇന്ന് കൊമ്പിന് വിലയില്ല, കൊമ്പ് വിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. ഒരു രാജ്യത്തും കൊമ്പ് ഒരു രാജ്യത്തേക്കും വിൽക്കാനില്ല, പണ്ടുമില്ല. അതായത് നാട്ടിൽ ലോകം മൊത്തം കൊമ്പങ്ങ് കളഞ്ഞു വന്ന്. നീ ഒരു കാര്യം ചെയ്യും, നമ്മളിവിടെ രാത്രി എണീച്ചത് എവിടെയെങ്കിലും നമ്മളെല്ലാം വണ്ടിയിൽ ഇപ്പം വരാം, എവിടെയെങ്കിലും ഒരു മുയൽ നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ഒരു 15 മുയലെങ്കിലും കാണും. ഒന്നിനെ കാണിച്ചു തരാൻ പറ്റും നമുക്ക്. കാരണം അവരുടെ ആവാസ വ്യവസ്ഥ എന്തിനാ അണ്ണാനില്ല. ഓടിട്ട വീടുകൾ, കൊടികൾ, മറ്റേ കുരുമുളക് കൊടികൾ, ഇതിന്റെ ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത്. ഒരു കൊടി കാണിച്ച് ഇറങ്ങിയ ഒരു ഓടിട്ട വീട് കാണിച്ച് ഇറങ്ങിയ ഓടിട്ട വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ കാക്കകൾ എന്ത് ചെയ്യുന്നറിയാം, കമ്പി വളച്ചിട്ടാ കൂടാക്കുന്നു. അല്ല അത് എന്റെ വർക്ക്ഷോപ്പിന്റെ ഇപ്പുറന്ന് ഒരു കൂട്, ആ മരത്തിന്റെ അവിടെ ഒരു കൂട് വന്നു. അത് കണ്ടപ്പോ ഒരു 10-15 കിലോ നോക്കും, ഫുള്ള് കേബിളും കമ്പി മാത്രം. അത് മെടഞ്ഞു വെച്ചേക്കുന്നതാണ്. എന്തൊരു സ്റ്റൈലെന്നറിയാമോ? അതുകൊണ്ട് കടുവേന്റെ കഥയിലേക്ക് കൂടാ നമുക്ക്. ഈ കടുവക്കഥ വരെ ഇപ്പുറത്ത് മതി. കടുവയെ ഒന്നെങ്കിൽ ശരിയായി പറയുകയാണെങ്കിൽ കടുവ മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുന്ന കടുവയെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ ഏതൊരു ജീവിനെ കൊല്ലണം. മനുഷ്യന്റെ മാംസത്തിൽ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മനുഷ്യൻ ഏത് ജീവി അങ്ങനെയാണ്. നീ ഇപ്പൊ മനുഷ്യന്റെ അറിഞ്ഞാലും നിന്റെ കാര്യം തന്നെയാണ്. ലക്ഷ്മണനാണോ വാച്ചറാണോ ഭാര്യയാണോ എന്ന് കടുവക്കറിയാം.
അത് കിട്ടിയ ഇറച്ചി അത് തിന്നും. ഇതല്ലാണ്ട് വേറെ സാധനം അല്ല ഇതിന് പിന്നെ മനോരമ പറഞ്ഞ മാതിരി ഈ കടുവയായാലും മാനയായാലും വന്യമൃഗങ്ങളുടെ പിന്നെ ഈ ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ സാധാരണ കർഷകരും പിന്നെ മനുഷ്യന് നമുക്ക് ഇത്രേ പറയുന്നുള്ളൂ. നമുക്ക് ജീവിക്കണം. നമ്മളെ ആക്രമിക്കുന്ന ആരാണെങ്കിലും അത് മനുഷ്യരാണെങ്കിൽ നമ്മൾ മനുഷ്യനെ പിടിച്ചിട്ട് ജയിലിടാനുള്ള അവസ്ഥയുണ്ട്. മൃഗങ്ങളാണെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് ഇവര് കുറച്ച് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തോട്ട് വിടും. 3 ദിവസം കഴിയുമ്പോൾ അവൻ വീട്ടിൽ വരും. ഇന്നേതായാലും പത്രത്തിൽ കണ്ടില്ലേ പാമ്പുകൾ നാടിറങ്ങുന്നു. പാമ്പിനെ പിടിച്ചിട്ട് അങ്ങാടെ കൊണ്ടിളക്കിട്ട് അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു വേറെ പ്രത്യേകത വെച്ചാല് പണ്ട് നമ്മൾ ഈ പറമ്പ് കൃഷി ചെയ്യുന്ന പറമ്പുകളും മറ്റു ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി ഒരു കൊല്ലത്തൊരു പ്രാവശ്യം ഒന്നും ഇല്ലെങ്കിൽ പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പുല്ല് പിന്നെ പറിക്കാൻ പാടില്ല, കാട് വെട്ടാൻ പാടില്ല, അങ്ങനെ കുറെ പുതിയ നിയമം മണി പഠിപ്പിക്കുന്നില്ല. അല്ല ആ നിയമമൊന്നുമില്ല. ഇപ്പൊ പറമ്പിൽ പണിയെടുത്ത 10 പൈസ ഇങ്ങോട്ട് കിട്ടുന്നില്ലാത്തതുകൊണ്ട് മനുഷ്യൻ പണിയെടുപ്പിക്കുന്നില്ല. അതാണ് സത്യം. സംവിധാനമില്ല. പക്ഷെ ഇതൊന്നും അല്ല സുരേഷ് ആവശ്യം. ശരിക്കും പറഞ്ഞാല് ഈ വന്യമൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കണം. വെള്ളം കുടിക്കാനുള്ളത് ഫോറസ്റ്റിനകത്ത് വെള്ളത്തിന്റെ സംവിധാനമാക്കി കൊടുക്കണം. അല്ലാണ്ട് അതിന് ഭക്ഷ്യസാധനങ്ങൾ ഇപ്പൊ ഞാൻ പറയാം, ആന വരുന്നു, കാട്ടുപോത്ത് ഇറങ്ങുന്നതിന്, കാട്ടുപോത്തിൽ ഇറങ്ങുന്നതിന് പുല്ല് തിന്നാൻ വേണ്ടി ഒരു ഫോറസ്റ്റിനകത്ത് നമുക്ക് ഒരു ദിവസം പുല്ലുണ്ടോ നട്ടുപിടിപ്പിച്ചിട്ടൊക്കെ വേറെ തമാശയില്ല. നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അറിയാം. എല്ലാ വർഷവും വനവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ഒരു നാടകം ഒരു കോടികൾ മുടക്കിയിട്ടുണ്ട്. ഈസ്റ്റേണേരി പഞ്ചായത്തിൽ 15ാമത്തെ വാർഡിൽ അരേക്കർ 20 സെന്റ് സ്ഥലമുണ്ട്. അവിടെ 1.25 കോടി ലക്ഷം 1.25 ലക്ഷം രൂപയാണ് വനവൽക്കരണത്തിന് മുടക്കിയിട്ടുള്ളത്. ഞാനൊരു സ്ഥലത്ത് വാർത്ത ചെയ്തത് എന്തിനാ ഇവരെ കണക്കിനാണല്ലോ ഈസ്റ്റേണേരി പഞ്ചായത്ത് ഇപ്പം വനമായി മാറിയാണ്. അതല്ല, നമ്മള് ഈ വനവൽക്കരണം എന്ന് പറഞ്ഞിട്ട് മരം നടുവാന്ന് പറഞ്ഞിട്ട് ഓരോ ലൈൻ കമ്പിന്റെ ചോട്ടിക്കൊണ്ടിട്ട് അല്ല, അതൊരു സങ്കടം. അതല്ല, ഒന്നെങ്കിൽ ഇത് വളർന്നിട്ട് ഈ ലൈൻ കമ്പിന്റെ പുറത്ത് വീണിട്ട് എല്ലാ പരിസ്ഥിതി നിയമത്തിനും മരം ഉണ്ടെങ്കിൽ ഇപ്പൊ മൂർത്തിട്ട് ലോകം കംപ്ലീറ്റ് വരാട്ടി പാറക്കാതെ താമസം അയ്യപ്പ ആ മാളത്തിലുണ്ടെങ്കിൽ തീർന്ന കഥ. മാളത്തിന് വരില്ല. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.